അമ്മേ നാരായണ, ദേവി നാരായണ, ഇലങ്കത്തിൽ അമ്മേ നാരായണ. തെക്കൻ കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ആരാധനാലയമാണ് ഇലങ്കത്തിൽ ഭഗവതി ക്ഷേത്രം. അമ്മയുടെ തിരു ഉത്സവം നടക്കുകയാണ്. മകം തൊഴലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ഇവിടെ നടക്കുന്ന ഓരോ കലാപരിപാടികളും ഉജ്ജ്വലമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല സമിതികളുടെ നാടകമായാലും ഗാനമേളയായാലും ബാലയായാലും അങ്ങനെ വളരെ സെലക്റ്റീവായിട്ടുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഉത്സവ വിശേഷങ്ങളും മകം തൊഴലിനെ കുറിച്ച് നമുക്ക് ഭാരവാഹികൾ കൂടുതൽ വിശദീകരിക്കും. ദേവി നാരായണ. ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകംതൊഴൽ മഹോത്സവം മാർച്ച് 12 സമാപിക്കും. ഷഡാധാര പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് മകംതൊഴൽ. കേരളത്തിൽ സ്ത്രീകൾക്ക് മാത്രം ദർശനം നൽകുന്ന മഹാഭാഗ്യമുള്ള ക്ഷേത്രമാണ് ഇവിടം. ദേവിയുടെ തിരുനാൾ ദിവസം മകം തൊഴലിന് ദേവി ദർശനം നടത്തുന്നത് മഹാഭാഗ്യമായി കരുതുന്നു. നമ്മുടെ പ്രാർത്ഥന ദേവി കേൾക്കുകയും ഇരു കൈകളും കൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് കേട്ടറിഞ്ഞും ധാരാളം ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇലങ്കത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മകംതിരുനാൾ മഹോത്സവം മാർച്ച് 11 തീയതിയാണ്. ചോറ്റാനിക്കര കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മകംതൊഴൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇലങ്കത്തിൽ ഭഗവതി ക്ഷേത്രം. അഭൂതപൂർവമായ തിരക്കാണ് ഈ കഴിഞ്ഞ വർഷങ്ങൾക്കപ്പുറം. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ആദ്യകാലങ്ങൾക്കപ്പുറം അത്ഭുതമായ ഭക്തജന തിരക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മകംതൊഴിൽ ഉണ്ടാകുന്നത്. രാവിലെ 10 മണിക്കാണ് മകംതൊഴിൽ തുടങ്ങുന്നത്. രാവിലെ 10 മുതൽ, പക്ഷേ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനം. രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും. ആ സമയം മുതൽ ഏകദേശം അതൊരു 12 മണി വരെ ഒക്കെ നീണ്ടു പോകാറുണ്ട്. ഞങ്ങൾ അതിനൊക്കെ മാക്സിമം 12 മണി 1 മണി വരെ പോകാറുണ്ട്. അതിനുശേഷം സദ്യയുണ്ട്. 10 മണി തന്നെ സദ്യയും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഒരു ചെറിയൊരു കോറമുണ്ട്. അതിനകത്തൊരു ഉത്സവാഘോഷ കമ്മിറ്റി ചെറിയ കോറമാണ് ഈ പരിപാടികളുടെ പ്രോഗ്രാമിനെ പറ്റിയൊക്കെ തീരുമാനിക്കുന്നത്. ഈ ക്ഷേത്രം പൊതുജനങ്ങളുടെ വകയാണ്, ഒരു ട്രസ്റ്റാണ്, കുടുംബക്ഷേത്രമാണ്. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ ഭരണസമിതി എല്ലാം പൊതുജനങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് ഇത് കൊണ്ടുപോകുന്നത്. ശ്രീ മഹാദേവി നമ. ഞാൻ കടമ്പാട്ടുകുളം ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ട്രഷററാണ്. ഈ വർഷത്തെ മകം തൊഴൽ മഹോത്സവം മാർച്ച് 5 ആരംഭിച്ച് 12 സമാപിക്കും. വിവിധ പരിപാടികളോടുകൂടി ഈ വർഷം ഏറ്റവും സമുചിതമായാണ് ഉത്സവം ആഘോഷിക്കുന്നത്. മകം തൊഴൽ നടക്കുന്നത് മാർച്ച് 12 വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നിരവധി സ്ത്രീ ഭക്തജനങ്ങൾ, ആയിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകം തൊഴൽ. ചോറ്റാനിക്കര മകം തൊഴൽ പുരുഷന്മാരെയും ഉൾപ്പെടുത്തിയാണ്
മകൻ തൊഴിൽ ആചരിക്കുന്നതെങ്കിൽ ഇലങ്കത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. മകൻ തൊഴിൽ സമയം ദേവിയുടെ തിരുനാൾ ദിനമായ മകം നാളിൽ, കുംഭമാസത്തിലെ മകം നാളിൽ ദേവി സർവാഭരണ വിഭൂഷിതയായി സ്ത്രീ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന അതിമനോഹരമായ മുഹൂർത്തമാണ്. ഈ മകം തൊഴിൽ നാളിൽ അമ്മ വലത് കൈകൊണ്ട് അനുഗ്രഹം നൽകുമെന്നാണ് വിശ്വാസം. ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തജനങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മകം തൊഴിൽ മഹോത്സവത്തിന് ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് മകം തൊഴിൽ മഹോത്സവത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഇലങ്കത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നക്ഷത്ര വനം. നമ്മുടെ ഓരോരുത്തർക്കുമുള്ള ജന്മനക്ഷത്രത്തോടനുബന്ധിച്ചുള്ള മരങ്ങളുണ്ട്. പലയിടങ്ങളിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുമെങ്കിലും കൃത്യമായി പരിപാലിക്കാറില്ല. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഇതൊക്കെ വലിയ മരങ്ങളായി അതിഗംഭീരമായി ഓരോ നക്ഷത്രത്തെയും അശ്വതി മുതൽ അങ്ങോട്ട് ഓരോ നക്ഷത്രത്തിലുള്ള മരങ്ങളെയും അതിഗംഭീരമായി പരിപാലിച്ചിരിക്കുന്നു. നമുക്ക് കാണാം.